സമൂഹ മാധ്യമങ്ങളിൽ ലൈവ് അഭിസംബോധന നടത്താൻ ബിജെപിയിൽ നിന്ന് രാജിവെച്ച കെ അണ്ണാമലൈ നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലൈവ്. മനീഷ് മൂർത്തിയുണ്ട് വിവരങ്ങൾ നൽകാനായി ചെന്നൈയിൽ നിന്ന്. മനീഷ്, നാളെ സമൂഹ മാധ്യമങ്ങളിലൂടെ ലൈവ് വരുമെന്ന് പറയുന്നു. അപ്പോൾ പുതിയ പാർട്ടി പ്രഖ്യാപനമൊക്കെ പ്രതീക്ഷിക്കാമോ? അമൃത, എന്തായാലും പുതിയ പാർട്ടി അല്ലെങ്കിൽ പുതിയൊരു സംഘടന, അത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംഘടന, അത് രൂപീകരിക്കുക എന്ന് തന്നെയാണ് കെ അണ്ണാമലയുടെ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളായി അണ്ണാമലൈ ഡൽഹിയിൽ തന്നെയാണ് തുടരുന്നത്. അത് മുതിർന്ന നേതാക്കളുമായും ബിജെപിയുടെ ദേശീയ അധ്യക്ഷനുമായും ഒക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അണ്ണാമലൈ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. നാളെ 12 മണിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു, പറയാനുള്ളതെല്ലാം അവിടെ പറയുമെന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പാർട്ടി പ്രഖ്യാപനമാകാം, തുറന്നു പറച്ചിലാവാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ബിജെപിയിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ തോതിലുള്ള അവഗണന നേരിട്ടിരുന്നു. മാത്രമല്ല പാർട്ടി പറഞ്ഞ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞ കാര്യങ്ങളോ ഒന്നും തന്നെ പിന്നീട് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ എന്തായാലും അണ്ണാമലൈ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി വിടാനൊരുങ്ങുന്നത്. പ്രധാനമായും പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പാർട്ടിയുടെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രകടനം തന്നെയാണ്. 11.24 ആയിരുന്ന ബിജെപിയുടെ വോട്ട് ഷെയർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും 2.64 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു നിലയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് എന്തായാലും പാർട്ടി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കെ അണ്ണാമലൈ എത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ എന്തായാലും ഒരു പാർട്ടി പ്രഖ്യാപനം, അതല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്, ഒരു സോഷ്യൽ മൂവ്മെന്റ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനമായിരിക്കും നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമൃത, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.